എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തുമരപ്പരിപ്പും വഴുതനങ്ങയും കൊണ്ട് നല്ലൊരു ഒഴിച്ചുകൂട്ടാൻ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 50 ഗ്രാമോളം കപ്പ് തുമരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകിയെടുക്കാം. വെള്ളമെല്ലാം തെളിഞ്ഞ് വരുന്നവരെ നന്നായിട്ട് കഴുകിയെടുക്കണം. അതിന് തുവരപ്പരിപ്പ് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു. അല്പം മഞ്ഞൾ, 1/4 ടീസ്പൂണോളം മഞ്ഞളും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒട്ടും തരിയില്ല, നല്ലപോലെ വേവിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന വളരെ ടേസ്റ്റുള്ളൊരു കറിയാണിത്. പരിപ്പ് വേണ്ട താമസമുള്ളൂ, വളരെ പെട്ടെന്നാകും. ഇതിന് തേങ്ങ അരയ്ക്കൊന്നും വേണ്ട. ഒരു 4 ചെറിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. അതിനെ ഒന്ന് അരിഞ്ഞെടുക്കാം. പരിപ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്കിത് കഷ്ണം ഇത് മാത്രമേ ഉള്ളൂ, അരിഞ്ഞെടുത്താൽ മതിയാവും. ചപ്പാത്തിക്കും ചോറിനുമൊക്കെ കൊള്ളാം ഇത്. നമുക്ക് ഇതൊന്ന് വഴുതനങ്ങയുടെ കറയൊക്കെ ഉണ്ടല്ലോ, അത് പോകാനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനുശേഷം ഈ കഴുകിയെടുത്ത വഴുതനങ്ങ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വഴുതനങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ കുക്കറൊന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിലേക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 പച്ചമുളക്, നമ്മൾ മുളക് പൊടിയൊന്നും ഇതിനെ ചേർക്കുന്നില്ല. അതിന് എരിവിന് ആവശ്യമുള്ള മുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വേവിക്കണം. ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്താണ്. വെള്ളം തൂകി പോകാതിരിക്കാനായിട്ട് ഒരല്പം സ്പേസ് വിട്ടിട്ട് നമുക്കിതുപോലെ നടച്ചേക്കാം. പരിപ്പ് കണ്ട ഒരു 4 വിസിലുകൊണ്ട് എനിക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഉടഞ്ഞ് കിട്ടണം. നമ്മുടെ വഴുതനങ്ങയൊക്കെ കണ്ടോ വെന്ത് വന്നിട്ടുണ്ട്. വേവിച്ച് വെച്ചിരിക്കുന്ന തോരപ്പരിപ്പ് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. 10 മിനിറ്റ് തന്നെ വേണ്ട ഇത് കറി ഉണ്ടാക്കുന്നതിനായിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വഴുതനങ്ങ ഇഷ്ടമല്ലാത്തവർ ഈ കറി വെച്ച് കഴിഞ്ഞാൽ കൂട്ടും. ഇത് പുളി, ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വരണം. ഇത്രേ ഉള്ളൂ, നമ്മുടെ കറി ആകാൻ ഇത്രയും താമസമേ ഉള്ളൂ. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. ഞാൻ ആ ശകലം ഉപ്പും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരണം, അത്രേ ഉള്ളൂ.
നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു പിടി മല്ലിയില, ഇത് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. നല്ല ഇതാണ്, മല്ലിയില ഇതിനകത്ത് കിടന്നൊന്ന് തിളയ്ക്കണം, അത്രേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റായിരുന്നു. ഞങ്ങൾ ഉണ്ടാക്കിയ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല, അതുപോലത്തെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒന്ന് തിളയ്ക്കാനായിട്ട് അല്പം ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു ഒഴിച്ചു കൂട്ടാൻ ആയിക്കഴിഞ്ഞു. വാങ്ങി വെച്ചിട്ട് ഇനി ഇതിനൊന്ന് കടുക് വറക്കണം, അത്രേ ഉള്ളൂ. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം, എണ്ണയോ വെളിച്ചെണ്ണയോ. ഇപ്പോൾ അല്പം നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കടുക് വറക്കാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം. അര ടീസ്പൂൺ കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 ഉണക്കമുളക്, കരിവേപ്പില, ഇതെല്ലാം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരല്പം കായം കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് ഇതിന്. കായം കൂടെ ചേർക്കുമ്പോഴാണ് നല്ല സൂപ്പർ ടേസ്റ്റ് കിട്ടും നമുക്ക്. കടുക് വറുത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഒഴിച്ചു കൂട്ടാൻ തയ്യാറായി. നമുക്കിത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കൂട്ടാൻ നല്ലതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.